യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ സെന്ററിലുള്ള എല്ലാ സഭകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ പല സഭകളിലും പുതിയ ആത്മാക്കൾ കടന്നു വരുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പല സഭകളിലും കുടുംബങ്ങളായിട്ട് ചില കുടുംബങ്ങൾ വന്നു ചേർന്നു എന്നറിയുന്നതിലും സന്തോഷമുണ്ട്. നമ്മുടെ സഭകളൊക്കെ നാളുകൾ വർദ്ധിച്ചു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മുടെ ഈ വർഷം ഒരു പുതിയ വർഷം നമുക്ക് തരുമ്പോൾ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ നമുക്ക് കണക്ക് കൂട്ടി ദൈവത്തിന് തീരുമാനിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ വലിയായിട്ട് ഈ വർഷത്തിൽ നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യും. ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെങ്കിൽ ആമേൻ. ആ കൃപ തന്ന ദൈവത്തിന് മഹത്വവും സ്തോത്രവും നന്ദിയും പുകഴ്ചയും ബഹുമാനവും ആരാധനയും നമ്മൾ അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ഈ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് അധിക സമയം സംസാരിക്കുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കർത്തൃദാസന്മാർ ഇവിടെ ദൈവവചനം സംസാരിക്കുവാനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നു. അവരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ദൈവവചനം സംസാരിക്കാനുള്ള അവസരം കൂടി കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ മാസയോഗത്തിൻ്റെ നമ്മുടെ ഈ വർഷത്തിൻ്റെ സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഒരു മാസം പുറകിൽ നമ്മുടെ ഈ വർഷം സഭാവർഷം അവസാനിപ്പിക്കും എന്നാണല്ലോ തീരുമാനം. ദൈവസഭയുടെ കൗൺസിലിൻ്റെയും സ്റ്റേറ്റ് ഓഫീസിൻ്റെയും തീരുമാനം അനുസരിച്ച് മാർച്ച് മാസം കൊണ്ട് നമ്മുടെ ഈ വർഷം സഭാവർഷം അവസാനിപ്പിച്ച് ഏപ്രിൽ മാസം 1-ാമത്തെ ആഴ്ചയിൽ ട്രാൻസ്ഫറുള്ള ദൈവദാസന്മാർ നമ്മെ വിട്ട് അവരെ അയക്കുന്ന സ്ഥലത്തേക്ക് അവരെ യാത്രയാകും. അതുകൊണ്ട് ഈ മാർച്ച് കൊണ്ട് നമ്മുടെ സഭാവർഷം അവസാനിക്കും. കുഞ്ഞുങ്ങളുടെ പഠനം ആ സൗകര്യം ഓർത്താണ് ഒരു മാസം പുറകിൽ പ്രാർത്ഥന കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്തൃദാസന്മാർ വളരെ സന്തോഷമായി ആയിരിക്കുന്നല്ലോ. നമ്മുടെ കുമ്പഴ ദൈവസഭയുടെ കർത്താവിദാസൻ നമ്മുടെ അലക്സാണ്ടർ പാസ്റ്ററുടെ കുടുംബത്തിൻ്റെ മൂത്ത മകൻ മനോഹർ സ്തോത്രം. നമ്മളൊന്നും കണ്ടിട്ടില്ല. സ്തോത്രം കണ്ട് പരിചയപ്പെടാനിടയായതിൽ സന്തോഷം. കുടുംബമായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. കുടുംബമായിട്ട് ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോഴുള്ളവരെ ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതേപോലെ തന്നെ വലിയ സഭയുടെ ആദ്യകാല കുടുംബങ്ങൾ നമുക്ക് അവിടെ ഉണ്ട്. പണ്ട് മുതൽ അവിടെ ആരാധിക്കുന്ന കുറേ കുടുംബങ്ങൾ അവിടെയുണ്ട്. 104 വർഷത്തെ പഴക്കമുള്ള സഭയാണ് നമ്മുടെ വാര്യാപുരം സഭ. അതിലേറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിലെ കർത്താവിൻ്റെ ദാസൻ പ്രിയ സാംസനച്ചാൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് സന്തോഷമുണ്ട്. കുടുംബമായിട്ട് സൗദി ഔദ്യോഗിക ബന്ധത്തിലാണെങ്കിലും അതിനേക്കാൾ വലിയായിട്ട് താൻ പ്രവർത്തിച്ച് ഒരു നല്ല കൂട്ടായ്മ താൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ട്. അതിൽ സഭയായി രൂപപ്പെട്ട് എനിക്ക് തോന്നുന്നു 50-ലധികം വിശ്വാസികൾ അവിടെ കൂടി വരുന്നു. ആ സഭയുടെ ശുശ്രൂഷകനായി പാസ്റ്ററായിട്ട് കർത്താവിദാസനോട് ശുശ്രൂഷിക്കുന്നു. ആ പ്രിയപ്പെട്ട ദൈവദാസനെ ഓർത്ത് ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ. അങ്ങനെ പല പ്രിയപ്പെട്ടവരും നമ്മുടെ നടുവിൽ ഉണ്ടാവും. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. 80-ാം സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച് സാക്ഷ്യത്തിനുള്ള അവസരം കൊടുക്കുകയാണ്. നമ്മുടെ ഈ മീറ്റിങ്ങുകളൊക്കെ 1 മണിക്ക് തൊട്ട് മുമ്പ് തന്നെ ആശീർവാദം പറയണമെന്നുള്ള താല്പര്യത്തിലാണ് നമ്മൾ ഈ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത്. നിശ്ചയമായിട്ടും ദൈവമക്കളുടെ സഹകരണവും പ്രാർത്ഥനയും ഇതിന് ആവശ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. 80-ാം സങ്കീർത്തനം ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. എൻ്റെ ഓർമ്മയിൽ ഒരു മാസയോഗത്തിൽ ഇത് വായിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മ നൽകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ദോഷമുണ്ട്. ഇന്ന് പറഞ്ഞത് നാളെ പറഞ്ഞാലും നമ്മുടെ ആളുകൾ ഓർത്തിരിക്കേണ്ടത് കൊണ്ട് അങ്ങനെ പറയാം. അത് ആദ്യം കേൾക്കുന്നത് നല്ലതാണ്. ആദ്യം കേൾക്കുന്നതുപോലെ ഒക്കെ കേൾക്കുന്നത് നല്ലതാണ്. പുതിയ ആശയങ്ങളുള്ളതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. 80-ാം സങ്കീർത്തനം ആസാഫിന്റെ സങ്കീർത്തനമാണ്. ആസാഫിനെ കുറിച്ച് നമുക്കറിയാം. അത് ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന പാട്ടുപാടുന്നവരിൽ വളരെ പ്രാവീണ്യം നേടിയ ഭക്തനായ പ്രവാചകനായ ഒരു ഭക്തനാണ് ആസാഫ് എന്ന് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുവാനും അറിയുവാനും കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം
പാടുമ്പോഴൊക്കെ ആത്മാവിൽ പാടുന്നത് സർവ്വസാധാരണമാണ്. ഹല്ലേലൂയ. നമ്മൾ പാടുമ്പോൾ ആത്മാവിൽ പാടാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ സ്വർഗം സന്തോഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടിയ, പൂർവ്വപിതാക്കന്മാർ ഭക്തന്മാർ പാടിയ അനുഭവത്തിന് ഗാനം പാടുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷവും അല്ലേ, ആത്മാ അനുഭൂതിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ പാടുന്നത്. അതേ സമയത്ത് ആത്മാവിൽ പാടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. ആമേൻ. അന്യഭാഷയിൽ പാടി ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ദൈവം തന്ന ഒരു ആത്മീയ വരമായിട്ട് തന്നെ കാണും. അന്യഭാഷ പറയുന്നവരുടെ മുഖത്തോട് നോക്കി ഏകോടിച്ചിരിക്കുന്നു എന്നൊന്നും പറയാതെ, അഭിപ്രായം പറയാൻ നിൽക്കാതെ, നീ പ്രാപിച്ച അഭിഷേകത്തിന് ഒത്തവണം എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ആത്മീയമായി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വളർന്നു വരുമെന്നാണ് അതിന്റെ വശം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അത് വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറയുന്നതിന് ഹല്ലേലൂയ. പണ്ട് നമ്മുടെ പിതാക്കന്മാർ പാടിയ അനുഭവത്തിന്റെ ഗാനങ്ങൾ ഇപ്പോൾ ഒത്തിരിയുണ്ട് അല്ലേ. അത് സാധാരണയായിട്ട് ഇപ്പോഴത്തെ തലമുറകൾ പാടാറില്ല. ആമേൻ. ആ പാട്ടുകളിലെല്ലാം ഒരു ആത്മാവിന്റെ ഒരു ഈരട, അതായത് ഇടയടുപ്പം പോലെ ആത്മാവിൽ നിറഞ്ഞ് പാടാനായിട്ട് കഴിയുന്ന പഴയ ഗാനങ്ങൾ ഒരുപാടുണ്ട്. ഭക്തന്മാർ അനുഭവത്തിൽ കൂടെ പാടിയ പാട്ടുകളാണ്. അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പാവപ്പെട്ട ഉപദേശി സഞ്ചിയൊക്കെ തൂക്കി തോളലിട്ട് മുഷിഞ്ഞതല്ലാതെ മറ്റു വസ്ത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ എടുത്ത് ആറ്റിനക്കരയ്ക്ക് സുവിശേഷം പറയാനായിട്ട് പോയപ്പോ ഇരുകര കവിഞ്ഞൊഴുകുന്ന വെള്ളപ്പൊക്കമുള്ള സമയത്ത് തോണിയിൽ കയറി, വഞ്ചിയിൽ വള്ളത്തിൽ കയറി അക്കരെ അവിടെ ഒരു ഉത്സവ പാർക്കുണ്ട്. അവിടെ പോകുന്ന കുറെ ചെറുപ്പക്കാരനും അത് മദ്യമടിച്ചിട്ട് കയറി അവര് കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. വള്ളം കുലുങ്ങാൻ തുടങ്ങി. ഈ പാവോപദേശി പറഞ്ഞു, നിങ്ങളെ ഒന്ന് ശാന്തമായിരിക്കെ, വള്ളം മുങ്ങാൻ സാധ്യതയുണ്ട്, നമുക്ക് എല്ലാവർക്കും അക്കരയ്ക്ക് പോകണ്ടേ. ഈ കിളവനെ കളിയാക്കി വന്നിരിക്കുക ഉപദേശി. സ്തോത്രം ഉണ്ടല്ലോ പണ്ടത്തെ കളിയാക്കൽ. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ വള്ളം മൊത്തം മടങ്ങി എന്നപ്പോ ഈ കുലുക്കം നിമിത്തം വള്ളം മടങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ വള്ളം മടങ്ങോടുകൂടി ഭക്തൻ എങ്ങനെയോ എങ്ങനെ രക്ഷപ്പെടാൻ അറിയത്തില്ല, നീന്തൽ അറിയത്തില്ല, എങ്ങനെയോ ആരോ അദ്ദേഹത്തെ വലിച്ച് ഈ ഞാങ്ങണകളൊക്കെ തൂങ്ങിക്കിടക്കുന്ന ആറ്റുതീരത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ഞാങ്ങണയിൽ പിടിച്ച് മുന്നിലോട്ട് നോക്കിയപ്പോ വെള്ളമടിച്ച് ചെറുപ്പക്കാരെല്ലാം ശ്വാസം മുട്ടി മരിക്കുന്ന ആ സന്ദർഭം കണ്ടപ്പോ താൻ ആത്മാവിൽ ഒരു പാട്ടങ്ങോട്ട് പാടി, താൻ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വാരിധിയിൽ വന്തിരയിൽ തള്ളലേറ്റു ഞാൻ ഇടാതെ പ്രിയനെന്റെ തൊട്ടിലുണ്ടല്ലോ. അറിയുന്നൊന്ന് പാടിക്കേ. വന്തിരയിൽ തള്ളലേറ്റു ഞാൻ ഇടാതെ പ്രിയനെന്റെ തൊട്ടിലുണ്ടല്ലോ. ഗാനം പാടിയേ നാട്ടിലെത്തുവേ, ഗാനം പാടിയേ നാട്ടിലെത്തുവേ, പാടും ഞാൻ രക്ഷിതായി കൂടെ എപ്പോഴും, തങ്കമയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഈ ഗാനം അദ്ദേഹം കരയ്ക്ക് കയറി രക്ഷപ്പെട്ട ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ താൻ പാടിയ പാട്ട ഈ ഹല്ലേലൂയ വലിയ മരണത്തിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് ഭക്തനെ വിടുവിച്ച ദൈവസ്നേഹം എത്ര വലുതാണ്. ഈ ബോട്ടിൽ ഞാൻ കയറുമ്പോ ഈ വാരിധിയുടെ വൻതിരയുടെ തള്ളലേറ്റ് ഞാൻ മറിയുമ്പോഴും വീഴുമ്പോഴും എന്നെ കൈതാങ്ങാൻ കഴിയുന്ന ഒരുവൻ എനിക്കുണ്ടെന്നുള്ള വിശ്വാസത്താൽ രക്ഷപ്പെടുത്തിയ ദൈവത്തിന് പാടിയ പാട്ട ഇന്നും അതിനകത്തെ ആത്മാവ് മരവിച്ചിട്ടില്ല. അതിനകത്തൊരു ആത്മാവുണ്ട്. സ്തോത്രം. അത് പാടുമ്പോൾ ഭക്തന്മാർ അനുഭവത്തിൽ ആത്മാവിൽ പാടാനായിട്ട് ഇന്ന് കുറെ പാട്ടുകളുണ്ട്. ഇന്ന് പാടിയാൽ പിന്നെ നാളെ ജീവനേ ഇല്ല, അത് കേൾക്കാൻ കഴിയുന്നില്ല, അത് പാട്ട് പാടാൻ കഴിയുന്നില്ല. ഇന്ന് പാടിയ സ്തോത്രം ഇപ്പോഴത്തെ കുറെ പാട്ടുകൾ പാടുമ്പോ അതിനകത്തൊരു ജീവനില്ല. ആരെങ്കിലും ഒക്കെ താളം, ലയം, ശ്രുതി ഇതൊക്കെ വരത്തക്ക നിലയിൽ എന്തൊക്കെയോ എഴുതി വെച്ചത് ഒരിക്കൽ പാടും, പിന്നീട് അത് കാണില്ല. പക്ഷേ ആത്മാവിന്റെ പുതുബലത്തിൽ നിന്നുകൊണ്ട് അനുഭവത്തിൽ പാടിയ പാട്ട് അത് ആത്മാവിന്റെ ചലനമുണ്ടെന്ന് ഭക്തന്മാരായ നമുക്ക് ദൈവമക്കൾക്ക് മനസ്സിലാക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവിടെ ഈ ആസാഫ് ആത്മാവിൽ പാടുകയാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ആസാഫ്
ഈ സങ്കീർത്തന ഭാഗമൊക്കെ പാടുമ്പോഴും താന് തന്നെ വ്യക്തിപരമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് താൻ ഈ സങ്കീർത്തനം പാടുന്നത്. എന്നാൽ താൻ മുഴുവൻ ഇസ്രായേലിനെയും ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് വെച്ചിട്ട് അവന്റെ രാജ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഓർത്ത് താൻ സങ്കീർത്തനം പാടാറുണ്ട്. അങ്ങനെയാണ് 73-ാം സങ്കീർത്തനം വ്യക്തിപരമായി തന്നെ അത് ചാലിച്ച് എഴുതിയിട്ട് അത് പൊതുവിൽ ഇസ്രായേൽ ജനത്തിന്റെ അന്നത്തെ സ്ഥിതി വിശേഷം താൻ ആത്മാവിൽ പറയുകയാണ്. ഈ ആസാഫിന്റെ 80-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായിരുന്നവേ ചെവിക്കൊള്ളണമേ. ഞാൻ ആരാധിക്കുന്ന ദൈവം ഒരു ചെറിയ ദൈവമല്ല, എന്റെ പരിമിതിക്കകത്തോന്നുന്ന ദൈവമല്ല. എന്നെ വിളിച്ചൊരു ദൈവമുണ്ടല്ലോ, ആ ദൈവം സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്, സർവവ്യാപിയായ ദൈവമാണ്. He is omnipotent, omnipresent. സർവ്വസമയം നമ്മോടുകൂടെ ഇരിക്കുന്ന ഒരു ദൈവം. നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ നടത്തുന്ന ഇടയനായി ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു കൺസെപ്റ്റ് എപ്പോഴും ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. Praise the Lord. Hallelujah. ഇസ്രായേലിന്റെ ഇടയനായുള്ളവരെ ചെവിക്കൊള്ളണമേ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ കേൾക്കാൻ ഒരാൾ ഉണ്ടെങ്കിലേ ആ അപേക്ഷയ്ക്ക് പരിഗണന ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ വിശ്വാസമാണ്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആമേൻ. നമുക്കറിയാം, ആമേൻ, ഈ ദൈവജനം ഇസ്രായേൽ ജനം പാർത്തുകൊണ്ടിരിക്കുമ്പോൾ, കൃഷി ചെയ്യുമ്പോൾ, ആമേൻ, മിദ്യാന്യരും ഫെലിസ്ത്യരും ഒക്കെ വന്ന് അവരുടെ വിളയെ നശിപ്പിച്ചുകൊണ്ട് അവർ അവകാശം പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകാറുണ്ട്. അധ്വാനിച്ചത് ഒന്നും ലഭിക്കില്ല. ഇങ്ങനെ വളരെ താഴ്ചയിലും കഷ്ടതയിലും ആയിരിക്കുന്ന ജനം ഫെലിസ്ത്യരും അമാലേക്യരും ഒക്കെ ഇവരുടെ മേൽ ആമേൻ അധികരിച്ചു കയറുമ്പോ ഇവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു സംഭവം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട്. എപ്പോഴൊക്കെ ഈ ദൈവജനം ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം ഇവരെ സഹായിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ഒരു കാര്യം ദൈവമക്കൾ നമ്മൾ മനസ്സിലാക്കണം, 24 മണിക്കൂറും നമുക്കെതിരായ ഛിദ്രശക്തികളുണ്ട്, നമുക്കെതിരായി നിൽക്കുന്ന പോരുകളുണ്ട്. എന്നാൽ നമ്മൾ ഇന്നും അനായാസേന ജീവിച്ചിരിക്കാൻ കാരണം നമ്മെ സൂക്ഷിക്കുന്ന, നമ്മുടെ കഷ്ടതയിൽ നമ്മോടുകൂടെ സഹതാപം കാണിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട്. ഉപദ്രവിക്കുന്ന, അവൻ പീഡിപ്പിക്കുന്ന, അവൻ സകല ശക്തിയും ഉപയോഗിച്ച് നമ്മെ ഒതുക്കി കളയുന്ന പൈശാചിക ബന്ധനങ്ങളിൽ നമ്മെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തോടാണ് ഈ വിശ്വാസം ദൈവമക്കളിൽ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. താൻ പ്രാർത്ഥിക്കുന്നത് എന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. ദൈവത്തിന് സ്തോത്രം. വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അവൻ എങ്കിലേക്ക് ചെവി ചാടിച്ച് എന്റെ അപേക്ഷ കേൾക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവത്തിന് സ്തോത്രം. രോഗിയോ പ്രയാസിക്കുമോ ആയി കിടക്കുന്ന ഒരു പിതാവ്, മക്കളൊക്കെ ചുറ്റും വന്ന് ഊർജ്ജശ്വാസം വലിക്കുന്ന പിതാവിന്റെ അന്ത്യം കാണാനായിട്ട് ചുറ്റും വന്ന് നിൽക്കുന്ന മക്കൾ, 5-6 മക്കളുള്ള ഗാൻസിന്റെ പിതാവ് ബെഡിൽ കിടന്ന് ഊർജ്ജശ്വാസം വലിച്ചിട്ട് തനിക്ക് എന്തൊക്കെയോ മക്കളോട് പറയാനുണ്ട്, പക്ഷേ ശബ്ദം വരുന്നില്ല. അദ്ദേഹം വാ തുറന്ന് നാക്കിങ്ങനെ കുഴച്ച് കുഞ്ഞുങ്ങളോട് എന്തോ പറയുന്നുണ്ട്, പക്ഷെ ആർക്കും മനസ്സിലാകുന്നില്ല. മൂത്ത മകൻ അപ്പന്റെ വായോട് ചെവി ചായച്ചു പിടിച്ചിട്ട് അപ്പച്ചായ എന്താ പറയാനുള്ളത്? ആ പിതാവിന്റെ ആംഗ്യങ്ങളും നാവാട്ടമൊക്കെ ശ്രദ്ധിച്ച മകന് കാര്യം മനസ്സിലാകുന്നത് പോലെ. സ്തോത്രം. നിർണായക ഘട്ടങ്ങളിൽ ദൈവമക്കളായിത്തീരുമ്പോ, പ്രാർത്ഥനയ്ക്ക് നീ മുഴങ്കാലും അടക്കുമ്പോ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കത്തക്കണം. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിൽ ദുഃഖത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നീ ദൈവത്തോട് നിലവിളിക്കുമ്പോ നിന്റെ ദൈവം കേട്ടില്ലെന്ന് വരില്ല. അവൻ ചെവി ചായിച്ച് തന്റെ മക്കളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. വാക്കുകളിലും ഭാഷണമില്ലെങ്കിലും നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കി നിന്റെ വിഷയം എന്താണെന്നറിയാൻ കഴിയുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ ചെവി നിന്റെ വായുടെ കടത്തിലേക്ക് ഇറങ്ങി വരുന്ന യാഥാർത്ഥ്യങ്ങളെ എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇന്നുവരെ അങ്ങനെയുള്ള ദൈവമക്കൾ, ആ അനുഭവമുള്ള ദൈവമക്കൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായിച്ച് എനിക്ക് ഉത്തരവാദിയുടെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് തങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവം
ലഭിക്കേണ്ടത് ലഭിക്കാതെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലയിൽ നമ്മെ നിരാശരാക്കി ഒരു വൃത്തം വരച്ച് അതിനകത്ത് നമ്മെ ഒതുക്കി കളയുന്ന പൈശാചിക ശക്തിയുടെ മുമ്പിൽ എന്റെ അപേക്ഷ കേൾക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ചെവി വായിച്ച് എന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് പ്രാർത്ഥിച്ചാൽ മറുപടി പ്രാപിക്കുക. അത് വിശ്വസിക്കാൻ സാഹിത്യം ചേർത്ത് പ്രാർത്ഥിക്കാൻ കഴിയും. പഠിച്ചു വെച്ച വാചകങ്ങൾ ഒരക്ഷരവും തെറ്റാതെ ഇങ്ങനെ വലിയ സാഹിത്യമൊക്കെ ചേർത്ത് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് അത് നേരത്തെ പഠിച്ചു വെച്ചതാ. സമൂഹത്തിൽ അവൻ ഉയർന്നു നിന്ന് പ്രാർത്ഥിക്കുമ്പോ എല്ലാവരും കയ്യടി നേടാൻ കഴിയും. പക്ഷേ അത് ദൈവസന്നിധിയിൽ എത്തണമെന്നില്ല. മടിയുണ്ടായില്ല. അത് ദൈവസന്നിധിയിൽ എത്തണമെന്നില്ല. ദൈവസന്നിധിയുടെ പ്രാർത്ഥന എത്തണമെങ്കിൽ നിന്റെ ഹൃദയത്തിന് ഒരു തേങ്ങ ഉണ്ടാവും. എന്നെ ആരും കണ്ടില്ലെങ്കിലും എന്റെ പ്രാർത്ഥന ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും കരച്ചിൽ ചാലിച്ച് കടവയിലൂടെ ചേർത്ത് ഞാൻ അപേക്ഷിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ആർക്കും കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് കൊള്ളത്തില്ലെന്ന് പറയാൻ ഒരു സംഘം ആളുകൾ നിന്റെ പുറകിലുണ്ടെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് അറിയാവുന്നവരെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയുന്ന പലരും നിന്റെ ചുറ്റുമുണ്ടെങ്കിലും നിന്റെ നാക്ക് ആട്ടിക്കൊണ്ട് നാവാട്ടുള്ളവനായി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അതിനകത്ത് ശാസ്ത്രനാമം വേണ്ട, അതിനകത്ത് സാഹിത്യം വേണ്ട, അതിന്റെ മാധ്യമൊന്നും വേണ്ട. പെറ്റമ്മ തന്റെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് കൊഞ്ഞ പറയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകുന്നത് പോലെ നമ്മുടെ അധരം കൊണ്ട് പറയുന്ന പ്രാർത്ഥനയ്ക്ക് സാഹിത്യമൊന്നും ചേർന്നില്ലെങ്കിലും നമ്മെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൊഞ്ഞ കേൾക്കാൻ തയ്യാറായി സ്വർഗ്ഗത്തിൽ വസിക്കുന്നുണ്ട്. നീ പറയുന്ന വാക്കുകൾക്ക് പ്രത്യേകതയൊന്നും വേണ്ട. അല്ലെങ്കിൽ ഹന്നായെ ഓർത്ത് നോക്ക്. ഹന്ന ആലയത്തിൽ പോയി താൻ പ്രാർത്ഥിക്കുകയാണ്. തന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകുന്നുണ്ട്. അതിന്റെ പാടുകൾ, അതിന്റെ പരുക്കൾ, അതിന്റെ ആ ചാലികൾ ഒഴിയ പാടുകളുടെ മുഖത്ത് കാണാനുണ്ട്. അത് ഫേഷ്യൽ ചെയ്താൽ ആ പാടുകൾ മാറുന്നതല്ല. നീ കരഞ്ഞത് ആരോടാണോ അതിന് മറുപടി ലഭിക്കുന്നത് വരെ ആ കവിൾത്തടങ്ങളിലൂടെ ഒഴുകുന്ന ശബ്ദമുണ്ടല്ലോ, അത് കണ്ണുനീരുണ്ടല്ലോ. നിന്റെ അതരങ്ങൾ തുറക്കാതെ അതരങ്ങൾ ചലിപ്പിച്ച നിന്റെ അതരത്തിന്റെ ചറുവളമല്ല അപേക്ഷകൾ സ്വർഗ്ഗത്തിലെ ദൈവം കേട്ട് മറുപടി തരാൻ ഇറങ്ങി വന്നവൻ തന്നെയോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവളവിടെ സ്വന്തം വീട്ടിൽ നിന്ദിക്കപ്പെട്ടോളൂ. ദൈവം പറയുന്നത് നിന്റെ ശത്രുക്കൾ ദൂരെയില്ല, നിന്റെ വീട്ടിൽ തന്നെയാണ്. സ്തോത്രം. അങ്ങനെ അനുഭവമുള്ള ദൈവമക്കൾ അജാനും അവരുടെ വീട്ടിൽ തന്നെ അവൾ നിന്ന പാത്രമായിരിക്കുമ്പോൾ അവളുടെ അവളുടെ കണ്ണുനീർ ചാലിച്ച് ദൈവം മറുപടി കൊടുത്തു. ഇന്ന് നിരാശയോടാണ് ആരെങ്കിലും വന്നിട്ടുള്ളത്. ഹൃദയഭേദകമായ അനുഭവങ്ങളിലൂടെയാണോ നീ കടന്നു പോകുന്നത്? ഭവനത്തിനകത്തെ യുദ്ധം പോലെ വാൾ പോലെ ഉയർന്നു നിൽക്കുന്ന പോരുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിന്റെ തലകുനിക്കാൻ പിശാച് പദ്ധതിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുത്, വിഷമിക്കരുത്. നീ ഓടി വന്നിരിക്കുന്നത് നിന്നെ കാണുന്ന ഒരു കഴിവുമില്ല, നിന്നെ അറിയുന്ന ഒരു കഴിവുമില്ല. നിന്റെ ഹൃദയത്തെ അവരോടാണ് നിനക്ക് കാണിക്കുന്നത്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കപ്പെടും. ഇസ്രായേലിന്റെ പിന്മാറ്റത്തെ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണ് ഈ അവസരം. ദൈവത്തിന് സ്തോത്രം. അവരെ അനുഗ്രഹിച്ച വിധങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം ദൈവം ആരാണ് നമുക്ക് പറഞ്ഞേച്ച് താൻ പറയുക, ഞങ്ങൾക്കൊരു യഥാസ്ഥാനം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ
വിളിച്ച നിലയിൽ നിന്ന് അല്പം പുറകോട്ട് മാറി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. യഹോവേ, ഞങ്ങളെ തിരുമുഖം ഞങ്ങളുടെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ള വാചകം അല്ലേ? ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് എൻ്റെ കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കും. ഇതൊക്കെ ചോദ്യവും മറുപടിയെല്ലാം ഉന്നയിച്ചത്. സ്തോത്രം. ചിലതൊക്കെ ദൈവമക്കളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചില അധികാരങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. അത് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ വാരുമാക്കി പോലെ നമ്മുടെ ഇടയിൽ ബോധം പറഞ്ഞില്ല. ചില അധികാരങ്ങൾ ദൈവം നമുക്ക് കൈമാറുന്നു. അതെ, പ്രത്യക്ഷമായ ഒരു അധികാരം നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രവാചകന്മാർ കൂടെ ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്. ആമേൻ. എന്താ അധികാരം നമുക്ക് തന്നിരിക്കുന്നത്? അറിയില്ലല്ലേ? സ്വന്തം ആരെങ്കിലും എഴുന്നേറ്റ് പറഞ്ഞാലേ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ആമേൻ. പാമ്പുകളെയും എന്ന് പറഞ്ഞേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടിക്കളയുവാൻ ഞാൻ അവൻ ലോകത്തിൽ നിനക്കെതിരെ നിൽക്കുന്ന സകലത്തെയും ചവിട്ടിക്കളഞ്ഞു അതിനെ ധ്യേയം നടത്തുവാനുള്ള ദൈവകൃപയാൽ ദൈവം അധികാരം കൈമാറ്റം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പാത്രം വന്ന് പ്രാർത്ഥിച്ചേരേ, എനിക്ക് വിടുതലുള്ളൂ എന്നൊന്നും ആശങ്കിക്കരുത്. ഹല്ലേലൂയ. നീ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ നിന്റെ വലങ്കൈ നിന്റെ രോഗമുള്ള ഭാഗത്ത് നീ തന്നെ വെച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ തരാതിരിക്കുകയില്ല. ഇതാണ് ദൈവത്തിന് വചനം പറയുന്നത്. ഹല്ലേലൂയ. അവൻ 2-3 ആഴ്ചയായി പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നില്ല, ഞങ്ങൾ രോഗിയായി കിടന്ന് കൂടി അറിഞ്ഞുമില്ല. ലോകം ഇങ്ങനെയാണോ വോട്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ശാസിക്കും. നിങ്ങളല്ല, നമ്മളാരുമല്ല, വേറെ പോകല്ലോ. അവൻ എങ്കിലും എൻ്റെ പ്രിയരെ, നമുക്ക് ദൈവം തന്ന അധികാരം എന്താ? നമുക്ക് ദൈവം തന്ന അധികാരം പാസ്റ്ററിൽ കൂടെ അല്ല. സ്തോത്രം. ദൈവത്തിന് നമുക്ക് നേരിട്ട് പാസ്റ്റർ വരാൻ ഒരു സാഹചര്യമാണെങ്കിൽ, നീ രോഗിയാണെങ്കിൽ എവിടെയാണോ നിന്റെ രോഗം, ആ രോഗം അഫക്ട് ചെയ്ത ഭാഗത്തേക്ക് നിന്റെ വലങ്കൈ സ്തോത്രത്തോടുകൂടെ അടുത്ത് വെച്ച് സൗഖ്യം ലഭിക്കും. സൗഖ്യം പ്രാപിച്ച ദൈവത്തിൽ നമ്മൾ ഞെരുക്കത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ പ്രാർത്ഥിച്ചില്ലെങ്കിലും അവനവൻ പ്രാർത്ഥിച്ചാൽ ഞെരുക്കത്തെ വിശാലമാക്കി തരാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലേ? ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. അവരുടെ സഹോദരന്മാരെക്കാളൊക്കെ അവൻ മാന്യനായിരുന്നു. ദൈവത്തിനെ പറയാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്താ പ്രാർത്ഥിച്ചത്? ദൈവമേ, നിശ്ചയമായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണം, പിന്നെ എന്നെ അതിനെ വിസ്താരമാക്കി തരണം. വല്ലതും നടന്നോ? സ്തോത്രം. അതിന് ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചില്ല. പാസ്റ്ററോട് ചോദിച്ചിട്ട് 3 ദിവസം പാസ്റ്റർക്ക് അവസരമുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. ആമേൻ. ഞങ്ങളോട് അവസരമുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ ഡയറി തപ്പും. അതിനകത്ത് ഒരു ഡേറ്റും എൻഗേജഡ് ആണോ അതൊന്നും ഇല്ല. എന്നാലും പറയും എൻഗേജഡാ, പിന്നെ അമ്മാമ്മയുടെ ആവശ്യമായിരുന്നു ഞാൻ അതെല്ലാം ക്യാൻസൽ ചെയ്ത് വരിക എന്നൊന്നും പറയിക്കേണ്ട കാര്യമില്ലെന്ന് സ്വതന്ത്രം പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാപിച്ച ദൈവാനുഗ്രഹം, നമ്മൾ പ്രാപിച്ച ദൈവകൃപ എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഒരു ശക്തിയുണ്ട്, അതിനകത്ത് തന്നെ ഒരു വിടുതലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവരാകയാൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ വലങ്കൈ പിള്ളേരെ പിടിച്ചാലുള്ളതല്ല. അവൻ ദേഷ്യം വരുമ്പോ കവിയുടെ ചെറുക്കന്റെ പുറകെ ഓടാനുള്ളതല്ല. അവൻ പണ്ട് തുടുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞ് അവന്റെ പുറകെ പോകാനും ആ തുടുപ്പോട്ട് എറിയാനൊന്നും അല്ല ഈ വലങ്കൈ എന്ന് പറയുന്നത്. ഈ വലങ്കൈ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുക. വലങ്കരത്തിന് പ്രത്യേകതയുണ്ട്. ദൈവം എന്റെ മേൽ പകർന്ന അധികാര നിമിത്തം ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. ആ ശക്തി എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് താനിങ്ങനെ ആത്മഹത്യ ചെയ്യാം. ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, ഞങ്ങൾ എവിടായിരുന്നു എന്നൊക്കെ യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ എഴുതണ്ട. ദൈവത്തിന്റെ സ്തോത്രം. ഇസ്രായേലിന്റെ ജനന വസ്തുത അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ റെഫറൻസ് ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ യെരമ്യാ പ്രവചനത്തിലാണ് അവൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചതിലൂടെ കൊണ്ടാണ് അതിന്റെ അമ്മ നിന്നെ പ്രസവിച്ചവിടെ ഒരു കാട്ടുപ്രദേശം, നിർജ്ജന പ്രദേശത്ത് നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചു. നിന്റെ പൊക്കിൽ മറിക്കാൻ ആരും ഇല്ല. പിന്നെ
കുളിച്ചില്ല, ഉപദേശിച്ചില്ല. മതി. ഒരു കണ്ണിനും നിങ്ങൾ ദയ തോന്നാതെ നീ ഒറ്റപ്പെട്ട് ഒരു പുതിയ ശരീരനായി ആമേൻ ജനിക്കപ്പെട്ട നീയെ അവിടെ ഫുഡ് കുടിക്കാതെ, രക്തമൊത്തം തുടച്ചു മാറ്റാതെ, വെള്ളത്തിൽ കുളിപ്പിക്കാതെ, തുണി കുളിപ്പിക്കാതെ നീ അങ്ങനെ കിടന്നപ്പോ ഞാൻ നിന്റെ സമീപത്ത് ദൈവമക്കൾ ആമേൻ ആത്മകഥ എപ്പോഴും ചെയ്യണം. ഞാൻ ഇത്രയും ആകാൻ കാരണം എന്റെ സമീപത്ത് ഒരുവൻ വന്നു. എന്നെ സഹായിപ്പാൻ ഒരു കുഞ്ഞില്ലായിരുന്നു, എന്റെ പൂക്കൾ മുറിക്കാനില്ലായിരുന്നു, എന്നെ കുളിപ്പിക്കാൻ ആരുമില്ലായിരുന്നു, എന്റെ രക്തം ആമേൻ എന്റെ ശരീരത്തിൽ നിന്ന് തോർത്തിക്കളയാൻ ആരുമില്ലായിരുന്നു, എണ്ണ തേപ്പിക്കാൻ ആരുമില്ലായിരുന്നു, തുണി ഉടുപ്പിൻ വസ്ത്രം ധരിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ എന്റെ സമീപത്തോട് ഒരുവൻ വന്നു. അത് മറ്റാരുമല്ല, എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന, എന്നെ അറിയുന്ന എന്റെ കർത്താവ്. ദൈവത്തിന്റെ ആത്മാവിന്റെ സമീപത്തോടെ കണ്ടു. ഇവയൊന്നും ചെയ്യാൻ ആരുമില്ലാതിരുന്നപ്പോ ഞാൻ നിന്റെ ശരീരം വെള്ളത്തിൽ കഴുകി, എണ്ണ തേച്ചു, പൂക്കൾ മുറിച്ചു, നിന്നെ വളർത്തി, നീ വലുതായി. ഇപ്പോ നീ എവിടെയാണെന്നറിയാമോ? ദൈവത്തെ നിഷേധിച്ച് പുറകോട്ട് പോയി വിഗ്രഹത്തെ ആരാധിക്കാൻ ജനം തിരിഞ്ഞിരിക്കുകയാ. ഈ വസ്തുത കണ്ടിട്ട് ആമേൻ ആസാഫ് ഇങ്ങനെ ആമേൻ വലിയ പ്രലാപത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആമേൻ മിസ്രയീമിൽ നിന്ന് ആ ഭാഗത്തോട്ട് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്ന് ജാതികളെ നീക്കി അവിടെ അതിനെ നട്ടു. ആമേൻ ഹല്ലേലൂയ. പ്രിയരേ, യഹൂദന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈകൊള്ളു. യഹൂദന്മാർ എബ്രായരാരെങ്കിലും ഉണ്ട്? ഇല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാ? സ്തോത്രം, സ്തോത്രം. ആമേൻ. സെന്റ് തോമസ് വന്ന കാലം മുതൽ ക്രിസ്ത്യാനികൾ അന്ന് മുതലേ ഞങ്ങൾക്ക് പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കൃപയാൽ നമ്മുടെ പാരമ്പര്യം അതല്ല, നമ്മുടെ പാരമ്പര്യം ക്രൂശിലാണ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ആമേൻ ക്രൂശിലല്ലാതെ കാരണം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബക്കാർ അങ്ങനെയായിരുന്നു, ഇതിലായിരുന്നു, വെള്ളാങ്കലായിരുന്നു, പിന്നെ കാളിയാങ്കലായിരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ആര് പറഞ്ഞു ആണെന്ന് ഇനിയിപ്പോൾ നോക്കിയാൽ അറിയാം. സ്തോത്രം ആരെങ്കിലും നോക്കണം, നമ്മൾ നോക്കാൻ പോകരുത്. പോകുമ്പോഴറിയാം പാരയും കൊണ്ട് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ഉണ്ട്. നമ്മളെ പൊതുവെ വിളിച്ചിരുന്നത് എങ്ങനെയാണ്? ജാതികൾ. ദൈവത്തിന് സ്തോത്രം. തൊലി പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ തോമാച്ചനേത്, അവരാച്ചനേത്, അന്നമേഖലയോ ഇല്ല. ആ മൃഗം ദൈവത്തിന് വേണ്ടി കണ്ണമായി വെച്ച് വെള്ളത്തിൽ കഴുകി യാഗവേദിയിൽ വെച്ച് അവിടെ തീ ഇറങ്ങി ദഹിപ്പിച്ചു കഴിഞ്ഞാൽ തോമാച്ചനും ഉണ്ടാക്കമില്ല, അന്നമ്മയ്ക്കും ഉണ്ടാക്കമില്ല. ആമേൻ സ്തോത്രം. ഞങ്ങളുടെ കുടുംബക്കാരാ ഇതൊക്കെ ചെയ്തെന്ന് പറയാനും നമുക്ക് കഴിയില്ല. പിന്നെ ദൈവസ്ഥലം നമ്മൾ കേവലം ഒരു തീച്ചട്ടിയിലെ ചായ മാത്രം. ആ ചായത്തിന് സംസാരിക്കാൻ ശേഷിയില്ല. അതിൽ പറയാൻ കഴിയും, ആത്മകഥ ചെയ്യാൻ കഴിയും. എന്റെ യാഗവസ്തുവായി എന്റെ ദൈവത്തിന് ഞാൻ അർപ്പിച്ചു കഴിയും. അത് ദഹിച്ച് അതിന്റെ വാസന മുഴുവൻ സ്വർഗത്തിലെത്തി. അത് എന്നെ ദഹിപ്പിച്ചപ്പോ എന്റെ ശരീരവും അസ്ഥിയും മാംസവും ഞരമ്പും എല്ലാം വെന്ത് അവൻ ചാരമാകുന്നവരെ ഇതിന്റെ സുഗന്ധം ആരനുഭവിച്ചു? സ്വർഗത്തിലെ ദൈവം അനുഭവിച്ചു. സ്തോത്രം അനുഭവിച്ചു. ആമേൻ. ഇപ്പോൾ ഞാൻ തീച്ചട്ടിയിൽ മൗനമായിരിക്കുക. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ ദൈവം എന്നെ തെരഞ്ഞെടുക്കുന്ന സ്ഥിതിയിൽ കർത്താവിന് വേണ്ടി ചെയ്യാൻ ഞാൻ തയ്യാറായി യാഗവസ്തുവായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു വാക്ക് പറഞ്ഞാൽ നിർത്താൻ പോവാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവൻ സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ആരാധനയായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അത് പറഞ്ഞിട്ട് അടുത്ത വാചകം തുടങ്ങിയ ഈ ലോകത്തിന് അനുരൂപമാകാതെ പ്രസാദമുള്ള പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വരുമ്പോൾ ഇന്ന് പകലിൽ കസത്തന്റെ ആവശ്യം. ജാതികളെ മാറ്റി
ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പ്രവചനം പറയുന്നത് ആമേൻ കല്ലുകൾ പെറുക്കി മാറ്റുന്ന, കല്ല് ജാതികളെ കാണിക്കുന്ന. നമ്മൾ ആരായിരുന്നു? നമ്മളെയൊക്കെ പെറുക്കിയെടുത്ത് പുറത്ത് കളഞ്ഞു. എന്നിട്ട് നല്ല മുന്തിരിവണ്ടി, ഇസ്രയേലിൽ മുന്തിരിവണ്ടി നട്ടു. അതിന് തടമെടുത്തു. അത് നല്ല പോലെ അങ്ങ് വളർന്നു, പന്തലിച്ചു. സ്തോത്രം. പണ്ടത്തെ അവസ്ഥ മാറ്റി. തുകമുറിക്കാൻ ആരുമില്ലാത്ത ഇവനെ വളർന്നു, പന്തലിച്ച് ദേശത്തിന്റെ നാനാ ഭാഗത്തേക്കും ശിഖരങ്ങൾ വീശി. ആമേൻ. മൃഗങ്ങൾ അതിന്റെ കീഴിൽ വന്ന് പാർത്തു. പിന്നീട് ആമേൻ പക്ഷിക്കൂട്ടങ്ങൾ രാക്കാലങ്ങളിൽ അവിടെ വന്ന് പാട്ടുപാടി. ഇത്ര മനോഹരമായ ഒരു ജീവിതം നയിക്കുന്ന ഇസ്രായേലിന്റെ അന്നത്തെ ചരിത്രം, ഇന്നത്തെ ചരിത്രം കണ്ട് ദൈവദാസൻ കരയുകയാണ്. സ്തോത്രം. കാട്ടുപന്നി അവരെ സ്തോത്രം. കായ്ക്കുന്നത് എന്താണെന്ന് ദൈവത്തിന് തിരിച്ചറിയാം. സ്തോത്രം. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് ഞാൻ നിർത്താൻ പോവാ. കായ്ക്കുന്നതനുസരിച്ചാണ് പ്രതിഫലം. ശരിയല്ലേ? ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നത് അവസാനിപ്പിക്കാം. നമ്മൾ വരങ്ങൾ ദൈവത്തിൽ നിന്ന് പഠിക്കുക. കൃപാവരങ്ങൾ. ശ്വാസമാട്ടിന്റെ സ്തോത്രം. ഒരു തെറ്റും കൂടാതെ അന്യഭാഷ ഒഴിവാണെന്ന് പറയണേ. കർത്താവ് ശ്വാസമ്മയ്ക്ക് കൊടുത്ത അന്യഭാഷ നീ പ്രാപിക്കണമെന്നില്ല. സ്വതന്ത്രം. അതിനേക്കാൾ ഉപരി വേറെ ഭാഷ പ്രാപിക്കാൻ ദൈവം ശ്വാസമ്മ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് സൗഖ്യമാകുന്നു. ഞാൻ കൈവയ്ക്കുമ്പോഴേ സൗഖ്യമാകണം. അങ്ങനെ തോപ്പിച്ച് വാങ്ങിക്കാനുള്ളതല്ല. നിനക്ക് എന്തൊക്കെ പ്രാപ്തിയുണ്ടോ അതിനനുസരിച്ച് ദൈവം തന്നെ കൃപാവരങ്ങളെ വീതിച്ചു നൽകുക. കൃപാവരങ്ങളെ വീതിച്ചു നൽകുക. അവനവനുള്ളത് അവനവൻ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഒരു വരം പണ്ടിറങ്ങി തിരിച്ചപ്പോ അമ്മമ്മയെ തന്നില്ലേ? സ്വതന്ത്രം. രാത്രി ഉറക്കം വരാതെ ഞാൻ തിരിഞ്ഞു പറഞ്ഞു കിടന്നപ്പോ ആരോ അങ്ങ് പുറത്ത് തട്ടുന്ന പോലെ ഇങ്ങനെ ഞെട്ടി നോക്കിയപ്പോ പ്രാർത്ഥിക്കുന്ന ഉൾത്തളത്തിൽ എന്തോ ഒരു ശബ്ദം കേട്ടില്ലേ? നിനക്ക് പ്രാർത്ഥിക്കാൻ വരം തന്നേച്ച് രാവിലെ കിടക്കാൻ നല്ല ദൈവാത്മാവ് നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ദൈവം രാത്രിയുടെ യാമങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാ വരം തന്ന നീ എന്ത് ചെയ്ത് രാവിലെ കിടക്കരുത്, എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രേരിപ്പിക്കും. ഹല്ലേലൂയ. അതിലും കഴിഞ്ഞ കാലങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. പല വരവും നമ്മുടെ കയ്യിൽ ഉണ്ടോ? ഇപ്പൊ കൈമോശം സംഭവിക്കുക. പക്ഷേ കണക്കെഴുത്തിന്റെ പ്രമാണി വരാൻ പോകും. മത്തായി സുവിശേഷം 25-ാം അധ്യായം 2-ാമത്തെ പാരഗ്രാഫിൽ ആ യജമാനൻ ദൂരയാത്ര ചെയ്ത് മടങ്ങി വന്ന് അവനവന്റെ ദാസന്മാരെ വിളിച്ച് കണക്ക് തീർത്തു. വാങ്ങിക്കാനും ചോദിക്കാനും നമുക്ക് എളുപ്പമാണ്. വാങ്ങിച്ചേച്ച് കണക്ക് പറയേണ്ടി വരും. ചുമ്മാ വാങ്ങിക്കുന്നതാണ് ഇത്. ഇതിനെല്ലാത്തിനും കണക്ക് ചോദിക്കും. ആ കണക്കിന് ശരിക്കും ഉത്തരം പറയാൻ കഴിയണം. 5 വാങ്ങിച്ചവർ 5 കൂടെ കാണണം. 2 പ്രാപിച്ചവർ 2 കൂടെ കാണണം. അവൻ 1 പ്രാപിച്ചവൻ കുഴിച്ചിട്ടതുപോലെയും അവനെ പുറത്താക്കി പറ്റുകടയുടെ സ്ഥലത്തേക്ക് ഇരുട്ടിലേക്ക് മാറ്റിയതുപോലെയും ഒരു ഗതികേട് ദൈവമക്കൾക്ക് ഉണ്ടാവരുത്. പ്രാപിക്കുന്നതും ചോദിക്കുന്നതും നല്ലത് തന്നെ. പ്രാപിച്ചത് നല്ലത്. പക്ഷേ പറയാൻ പോകുന്നത് അതിനേക്കാൾ ഉപരി പ്രയോജനം ചെയ്യുന്നത് ഫലത്തിനാണ്. ഫലം. കർത്താവ് കരുതി വരുന്നത് എന്തിനാ? എന്റെ ഭാഷ എന്നാ ഇത് പോയി ചോദിക്കാനല്ല. പിന്നെ ഫലമില്ലോണ്ടോ? ഫലമില്ലാതിരുന്നാൽ നിന്റെ കണക്കിൽ കൂടാതെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു ആത്മകഥം ചെയ്ത് ജാതികളായ എന്നെ മാറ്റിയിട്ട് ഇസ്രായേൽ എന്ന മുന്തിരി വഴി നട്ടു. കാട്ടുമുന്തിരി കാഴ്ചകൊണ്ട് കാട്ടുമുന്തിരിനെ മാന്തിക്കളഞ്ഞ സ്ഥലത്ത് എന്നെ നട്ടു. ഞാൻ ഇന്ന് ഒരു മുന്തിരി വഴി പോലെ ശരിക്കും നമ്മെ ആക്കിക്കുന്ന സ്ഥാനത്ത് അയൽവക്കാർ പോലും നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് പറയുമ്പോ എന്താ പറയുന്നത്? എന്റെ അയൽവക്കാർക്ക് പ്രാർത്ഥിക്കുന്നു. അവർ പ്രാർത്ഥിക്കാൻ ഏറ്റവും പറയാൻ അത്ര അയൽവക്കാരുണ്ട്. എന്റെ അയൽവക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം തീരുമാനമുണ്ടോ? അവരെ കൂടെ നേടാനിലേക്ക് കഴിയണം തീരുമാനമുണ്ടോ? ആ ഫലം കായ്ക്കുമ്പോഴാ നാഥൻ ഇറങ്ങി വന്ന് നിന്റെ ഫലം പൂർണ്ണമായി സമർപ്പിച്ച് ഈ സംഗീതത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പറയുവാൻ ഞാൻ സമയം എടുക്കുന്നില്ല. കർത്താവിന്റെ സന്നിധിയിൽ ബലം പ്രാപിച്ച്, കൃപ പ്രാപിച്ച്, ആത്മവരം പ്രാപിച്ച്, ഫലം കായ്ച്ച് കൊള്ളാകുന്നവരായി മണ്ണ് നല്ലവരും വിശ്വസ്തരുമായ എന്റെ ദാസൻ. നമ്മുടെ കയ്യിൽ കാറ്റടത്താണേ വലത്തല്ലേ കാറ്റടത്താം. ഇടത് ഭാഗത്തോട്ട് അനുഗ്രഹിക്കാനായിട്ട് നല്ല വരയൊക്കെ തന്നെ. ഈ വരയിൽ ഒത്തിരി പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ വര കാക്കാത്തി വന്ന് നോക്കുന്ന വരയല്ല ഇത്.
സ്തോത്രം, സ്വർഗം നമ്മുടെ കൈവെള്ളയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കൈവെള്ളത്തിന്റെ നെഞ്ചിന് നേരെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ആത്മഗതം ചെയ്യുക. എന്നെ വിളിച്ചൊരു ദൈവത്തെ കൊണ്ട് അവർ വീട്ടിൽ നിലനിൽക്കാൻ തയ്യാറാണ്. ആത്മബലം പ്രാപിച്ച് അവൻ ആത്മഫലം ഗ്രഹിച്ച് അവൻ നന്ന് നല്ലവനും വിശുദ്ധനുമായ എന്റെ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ തയ്യാറായിരിക്കണം. കർത്താവിന്റെ വരവെടുത്തു. ഈ അടുത്ത നാളിലുള്ളിൽ ഏറ്റവും ആദ്യം കേൾക്കാൻ പോകുന്നൊരു ശബ്ദമുണ്ട്. ഇവിടെ കയറി വരുവീ എന്ന് പറയുന്ന ശബ്ദത്തിന് മുമ്പിൽ കാഹളം മുഴങ്ങുമ്പോൾ നരഭക്തന്മാർ അക്ഷയരായി കർത്താവിനെ എതിരേൽക്കാനായിട്ട് പുറത്തു. മരിച്ച അപാരവൃത്തം ആ ഭക്തന്മാർ എഴുന്നേറ്റ് വരും. ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരപ്പെടും. കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നത് പ്രത്യാശയോടെ യാത്ര ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവിനെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ മാസി